എന്താ വെച്ചാ അതെ മക്കൾ നിൽക്കരുത്, മക്കളുടെ കാര്യമൊന്നും പറയണ്ട. നീ മക്കളല്ല, അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ഞാൻ വരുന്ന പരിപാടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പ്രശ്നം പരിഹരിക്കണ ആളൊന്നല്ല ഞാൻ. ഇനി നിങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു അമ്മാമ്മ ഉണ്ട് എന്ന് ആലോചിക്കാണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. മക്കളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ടെന്നാ? അതെ. ആ അപ്പൊ അമ്മാവനെ വേണം. ആ ആ ആ അപ്പൊ എന്താ ചേച്ചി വരാഞ്ഞ്? ഓ കേടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്ന അവിടെ. ആ ശരി ശരി ശരി. അതെ ആ എന്നാ അവര് പോരുമ്പോ തന്നെ വിളിച്ചു പറയണ്ട. എന്നാ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരുക്കിയിരുന്നില്ലേ? അതെ ആ ശരി ശരി. ആ അപ്പൊ അങ്ങനെയൊക്കെ ആയാലേ കാര്യങ്ങൾ നടക്കും. ആർക്കങ്ങൾക്ക് തിന്നാൻ തന്നെ ഞാൻ എന്താ ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി കുറച്ച് ദിവസം പോണില്ല. അമ്മാവന്റെ കൂടെ പണിയെടുത്ത് താമസിക്കാൻ പോകുന്നു. പിന്നെ പോടാണ്. പിന്നെ ചേച്ചീനെ അവിടെ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വരൂ. ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ? അവിടെ ആളൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ വിഷമിക്കണം. ചേച്ചിയുടെ വിഷമമാണ്. അല്ല ഞാനതിനെ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് നിൽക്കണമെന്നൊന്നും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരോണ്ട് ഇങ്ങോട്ട് വരണ്ടേന്ന് അങ്ങ് അത്ര ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. അല്ല ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു നോക്കില്ല എന്നൊക്കെയാണല്ലോ അമ്മാവന്റെ പരാതി. സത്യല്ലടാ. ഒരു ഫോണിന്റെ വിളിയെന്ന് കേട്ടാ എന്താ പറ്റിയിട്ട് ഓടി വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാന്ന്. ആളുകളാണ് നീ മിണ്ടണ്ട. നീ രാഷ്ട്രീയക്കാരനാണല്ലോ ഞാൻ വിശ്വസിച്ചു. എനിക്ക് ലീവ് കിട്ടായിട്ടല്ലേ? എടാ അതിന് അവിടുന്ന് ഓഫീസ് പോണതും ഇവിടുന്ന് പോണതും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാ? അല്ല അങ്ങനെയല്ല, ലീവൊക്കെ എടുത്ത് പോരാന്ന് പറയുമ്പോ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ഒരു സന്തോഷം. ഇപ്പോഴാണ് 4 ആളുണ്ട് എന്നൊക്കെ എനിക്കൊരു കണക്ക് മാറിയിട്ടില്ലേ? നല്ലോണം ചിരിക്കാങ്ങോട്. ടെൻഷൻ വേണ്ട. അളിയൻ ലീവ് എടുത്തു, എവിടെ സ്കൂളിൽ ലീവ് എടുത്തു, ഞാൻ ലീവ് എടുത്തു. അപ്പൊ 4-5 ദിവസം എത്ര ദിവസം ഉണ്ട് ഇവിടെ? 4-5 ദിവസം. അപ്പൊ സ്കൂളിൽ പോണ്ടേ? പിന്നെ തിങ്കളാഴ്ച എന്താണ് അവിടെ ഡാൻസാ മീറ്റിംഗ്. അങ്ങനെ അതും കൂടെ നോക്കിയിട്ട് പിന്നെ ഞാനും അങ്ങ് ലീവ് എടുത്തു. നീ എവിടെ ലീവ് എടുക്കണ്? എനിക്ക് എപ്പോഴും ലീവാണല്ലോ. പിന്നെ ഇവർക്ക് ലീവ് കൊടുത്തു അടുക്കളയിൽ നിന്ന്. ലീവ് കൊടുത്ത പിന്നെ ഇവിടെ വായു ഭക്ഷണോ? അല്ല ഞങ്ങൾ ടൂർ വന്നാണ് അവിടെ അടുക്കള കണ്ടിട്ടില്ല. വന്ന് അമ്മാവനോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞ അമ്മാവനെ സന്തോഷിപ്പിക്കാൻ പറയട്ടെ. മാമനൊന്നും ഉണ്ടാക്കിയില്ല. മാമൻ രാവിലെ അറിയാലോ ഉപ്പിടാത്തത്തിരി കഞ്ഞിയും ഒരു കാന്താരി മുളകൊക്കെ തിന്നാറുള്ളൂ. പക്ഷെ നിങ്ങൾ വരണത് ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഇത് രാവിലെ പുറപ്പെടുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കില്ലേ. ഇനി ഇവരുണ്ടാക്കുമല്ലോ. അതില്ല അങ്ങനൊന്നും പണിയില്ല. ഞാനേ രാവിലെ ചില ദിവസമൊക്കെ കുറച്ച് ഒരു പുട്ടാണ് ഉണ്ടാക്കുക. പുട്ടിന്റെ പൊടി അവിടെ ഇരിക്കുന്നുണ്ട്. 2 ആളും ചെന്ന് പുട്ടുണ്ടായിക്കോളൂ. കടല മേടിക്കാം. ഇനി പുട്ടൊന്നും വേണ്ട. രാവിലെ ഭക്ഷണം കഴിച്ചു പോകുന്നതല്ലേ? പുട്ട് വേണ്ട. ഒരു കാര്യം ചെയ്യാം. അല്ല നിങ്ങൾ രാവിലെ കഴിച്ചോന്ന് ഞാനും. പക്ഷെ ഉച്ചയ്ക്ക് മുഖം കഴിക്കണ്ടാ. അല്ല മറ്റേ നമ്മുടെ കുത്തരി ഇരിക്കണ്ട അവിടെ. അളിയാ അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഉച്ച ഭക്ഷണം നമുക്ക് പുറത്ത് ഹോട്ടലിൽ നിന്ന് മേടിക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ വേണം. അതെ അവർ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ. അതൊക്കെ ഉണ്ടാക്കുന്ന. അപ്പൊ എന്നാ ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് ആയ സ്ഥിതിക്കേ എന്താന്ന് നിങ്ങളത് പറ. അതാ ബീഫ് നിങ്ങൾ കഴിക്കൂലേ? ബീഫ് കഴിക്കില്ല നീ? ബീഫ് വാങ്ങിക്കാനാ പറഞ്ഞ. അതെ ഈ വീട്ടിലെ ബീഫ് കയറ്റാറില്ല. കോഴിയും ആടൊക്കെ ആവാം. പക്ഷെ പോത്ത കാളെ കയറ്റരുത് നച്ചുള്ള കാലം മുതലുള്ളതാണ്. അതൊന്നും വരെ പാലിച്ചിട്ടുണ്ടാകാം. അല്ല നാപ്പ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെക്കാറില്ല. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയണ്ട. ആ പരിപാടി വേണ്ട. ആ കാലം പോവും. അത് എന്ന് പറഞ്ഞാൽ പറ്റൂല. അത് വേണം. വേണ്ടെന്ന് പറഞ്ഞ പിന്നെ പൈസ ഞാൻ കൊടുക്കാന്നേ. ഇനിയിപ്പോ വേണ്ടെന്നുള്ള സ്ഥിതിക്ക് പിന്നെ ഞാൻ ചാടി കയറി കൊടുത്താൽ അല്ല ഞാൻ മറ്റേ ഇതാ പൈസ ആയിക്കോട്ടെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരണതിനും വേളയോ അത് കൊടുക്കാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തോളാം കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താലോ? ഞങ്ങൾ പോയിട്ട് ഭക്ഷണം വെച്ചിട്ട് മേടിച്ചിട്ടോ. അതെ ഇവിടുന്ന് നടക്കേണ്ട കളി ആ റോഡ് വരെ.
അല്ലാതെ എന്ത് ചെയ്യും? ഇല്ല ക്ലീറ്റ ചേട്ടാ ഓടിപ്പോ. അല്ല എന്റെ വണ്ടി അവിടെ ഉണ്ടല്ലോ എടുത്തോ. ആ വണ്ടി വേണ്ട. നടന്നു പോവാം. എടാ, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടാ. അമ്മാവന്റെ സ്കൂളിൽ പോയിട്ട് വന്നാ മിക്കവാറും ഇന്ന് ഉച്ചഭക്ഷണം വൈകുന്നേരം ആവും. എന്നിട്ട് അമ്മ അമ്മ പോയിട്ട് വരാം. ഞാനാ പഠിപ്പിച്ചു കൊടുത്ത ഇതൊക്കെ എന്തെന്ന് ചെയ്യാനേ. ആ ചേച്ചി കുട്ടികൾ ഇവിടെ എത്തി. അറിയോ നാടൻ കോഴിക്കറി എന്ന് പറഞ്ഞ ഞങ്ങള് തിരുവല്ലയിൽ ഒരു സമ്മേളനത്തിന് പോയപ്പോ അവിടെ ഒരു ഷാപ്പിൽ നിന്ന് കഴിച്ചു. ഔ എന്താ കറി എന്താ കറി. പിന്നത്തെ കറി ഇവിടെ ഇവരുണ്ടാക്കിയത് ഒരു അബദ്ധത്തിൽ എരിവ് കൂടി പോയിട്ട്. അതിപ്പോ രണ്ടാളും കൂടെ മത്സരിച്ചു നാത്തുമാരി എരിവിട്ട്. എന്ത് പരിപാടി അത്? ഓ ഇറച്ചി മീനൊക്കെ കുറച്ച് എരിവ് വേണം. അതേപോലെ ഇങ്ങനെ ഒരു എരി പിന്നെ അറിയോ എന്നിട്ട് ഒന്നും കാണാണ്ടായില്ല പാത്രത്തില്. അത് പിന്നെ പറഞ്ഞ മാതിരി കഴിച്ചു പോയി. അതെ നാളത്തെ കാര്യം എങ്ങനെയാണ്? നാളെ എന്താ മീൻ മേടിക്കുക? ഇറച്ചി വേണ്ട, നെമ്മീൻ. ആ മീൻ വാങ്ങാം. ആ ആര് പോയി വാങ്ങും? അത് നീ തന്നെ പോയി വാങ്ങിച്ചോ. പിന്നെ 2 കിലോമീറ്റർ നടക്കാൻ എണ്ണ കിട്ടൂല. വിരിച്ചു കിടക്ക കിടക്ക. ശരിയാലും കൂടി ഇരുന്നിട്ട് കിടന്നാ പോരെ? വേണ്ട, കിടക്കാൻ രാവിലെ വേണ്ട, നമുക്ക് കുറച്ചു നേരം കളിക്കാം. രാവിലെ വെള്ളം കോരാനുള്ളതാണ് വാഴയ്ക്കും മുളകിനും. അതാ പറയണേ. എണീക്ക് എണീക്ക്. കിടന്നോ കിടന്നോ കിടന്നോ. സമയായി സമയായി. രാവിലെ കൊണ്ട് കളിക്കണത് ഇങ്ങനെ മുടി അത് വേണ്ട. ആ എവിടെയെങ്കിലും കിടക്കാം. ഒന്നും അവിടെ അല്ലെങ്കിൽ ഇവിടെ. ആ കട്ടില് ചെറുതൊക്കെ കിടക്കാൻ പറ്റില്ല. കുഴപ്പമില്ല. ഞാൻ പോയി ശൂശുവൊക്കെ വെച്ചിട്ട് കിടക്ക്. രാത്രിയല്ലേ വീട്ടില് വെക്കും. ഡാഡി ഇപ്പോഴും മൂത്രം ഒഴിക്കോള്. അങ്ങനെ ഇപ്പൊ എപ്പോഴും ഇല്ല, ആഴ്ചയിൽ 2-3 ദിവസം. അമ്മാവനെന്തേ? അമ്മാവാ ഞങ്ങൾ കിടക്കാം. ആ ചിലപ്പല്ല. കിടന്നില്ലേ? അമ്മ കിടന്നില്ലേ? ഞാൻ കിടക്കാൻ പോണു. ഞങ്ങൾ കിടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കിടക്കാൻ വേണ്ടി തയ്യാറാവുമായിരുന്നു. കിടന്നോ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ശരി അമ്മാവാ. അമ്മാവാ വാതിൽ അടച്ചില്ലേ? സംശയം. ഞാൻ അടച്ചു. ഞാൻ അടക്കണല്ലേ? നിങ്ങൾ ഈ റൂമിൽ അടക്കണേ? ആ ഞങ്ങളിവിടെ കിടക്കാം. ആ ശരി കാണാം. ആ ശരി. പീറ്റസേ ഒന്ന് തുറന്നിടാൻ മോനെ. കുറച്ചും കുറ്റിയിട്ടു. മാമന്റെ തലേനെ നിർത്തല. ഇതല്ലേ ശരി കിടന്നു. അത് കിടന്നു. ഇവിടെയോ? കിടന്നു. മതിയോ മോളെ? ആ ശരി. ചൂടില്ലേ? ചൂട്
ഈ പാത്രമൊക്കെ ഇനി ആർക്കിട്ടേക്കാണാവോ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. നാത്തൂനെ, നാത്തൂനെ, എവിടെ? ഞാൻ പറമ്പിൽ കപ്പ പറിക്കണാണ്. കപ്പ പറിക്കണ കാണേ. ഇങ്ങോട്ട് വന്നേ. ഇത്ര കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ തന്നെ വല്ല. എന്തിനാ ഇങ്ങോട്ട് വരാൻ? എന്താ? ഇനി അത് അങ്ങോട്ട് ചവിട്ടി കയറ്റ്. അടിച്ചു വരണുണ്ടോ? എന്താ ഇപ്പൊ കുഴപ്പം? ചൂട് കയ്യിലിരിപ്പുണ്ടല്ലോ, അങ്ങോട്ട് അടിച്ചാൽ പോലെ. ഞാൻ അടിച്ചു വരണുണ്ടോ? എന്താ കണ്ടോ? ഈ പാത്രം ആര് കഴുകുന്നോർത്ത് ഇവിടെ വെച്ചേണേ? അടിച്ചു വാരി കഴിഞ്ഞിട്ട് അങ്ങ് കഴിയാൻ പോലെ. 4, 3, 7 പാത്രല്ലേ ഉള്ളൂ. എന്താ? ഇന്ന് രാവിലെ ആരാ പാത്രം കഴുകിയത്? രാവിലെ എനിക്ക് ഓർമ്മയില്ല. വെളുപ്പിനെ എണീറ്റ് വന്ന പാടും ഞാൻ കൊറേ പാത്രം കഴുകി. അപ്പൊ ഇതും കൂടി കഴുകാൻ എന്താ? ഇതിപ്പോഴല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടത്? ഇപ്പൊ എനിക്ക് കഴുകാൻ പറ്റില്ല. എന്നാ എനിക്ക് സൗകര്യമില്ല. സൗകര്യം എങ്ങനെയാന്നേ? പിന്നെ അത് എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? എല്ലാ പണിയില്ലല്ലോ, ഞാൻ കറിയും കഞ്ഞിയൊക്കെ വെച്ചില്ലേ. ഒരു കാര്യം ചെയ്യും, ഇവിടെ അടിച്ചു വരും. ഞാൻ അടിച്ചു വാരാൻ എനിക്ക് മനസ്സില്ല. നീ അടിച്ചു വാരുണ്ട്, അതുകൊണ്ട് ഞാൻ പാത്രം കാണുന്നില്ല. അത് എവിടുത്തെ ന്യായത്? ഞാൻ തിന്നത് മാത്രമല്ല അവിടെ ഉള്ളത് കേട്ടാ. ഇല്ല, ഒരു ചെറിയ മീറ്റിങ്ങിന് പ്രധാനമന്ത്രിയെ ചിലപ്പോ ഒന്ന് കാണേണ്ടി വരും. നിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം, പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞോളാം. വേറെന്തെങ്കിലും പറയണോ? സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അറേഞ്ച് ആയില്ലേ? ഇവിടെ നിന്നൊക്കെ എന്ത് പിണ്ണാക്കിനാണ് ഞാൻ അവിടെ ഓരോന്ന് ഏൽപ്പിച്ചിട്ട് വന്നേ? അവനവിടെ ഈ കോമളൻ എവിടെയാണ്? എടാ, ഞാൻ നിന്നെ കോമളിനെയും കൂടെ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയല്ലേ? അത് ഒരു കാര്യം അത് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് നീയൊക്കെ പാർട്ടിയിൽ ഉണ്ടാക്കുന്നത്? ഭാര്യനോടുണ്ടല്ലോ ഇവിടെ വന്നെ ഭരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വിഷയം? ഞാൻ കുറച്ചേരം ശ്രദ്ധിച്ചോളൂ. ദേഷ്യം വരാതിരിക്കണെങ്കിനെ ഞാൻ ആ കപ്പത്തോട്ടത്തിന് കപ്പ പറിക്കണം കണ്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ നഷ്ടം? നിങ്ങളിത് വേറൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ വീക്കാണെങ്കിൽ ഏത് വീക്കാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു 4 പാത്രം ജോലിക്കാരിയാണോ? 4 പാത്രം നിനക്ക് അറിയില്ലേ? 4 മാത്രമല്ല. ബഹളം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്താണ്? അവനവന്റെ വീടല്ലാന്ന് മനസ്സിലായില്ലേ? അവന്റെ വീടല്ലെങ്കിൽ എന്താ? ഞങ്ങളുടെ അമ്മാന്റെ വീടാ. അമ്മാനെ കാണുന്നില്ല. അക്ഷരം ഇട്ടത് അവിടെ മുഴുവൻ ഞാൻ അടിച്ചു വാരി. എവിടെ മുഴുവൻ? അടുക്കളയില 4 ചോറിന്റെ ഇടയ്ക്ക് ഇത്ര സ്ഥലത്ത് അടിച്ചു വാരി.